വെൽക്കം ടു ദിശ അക്കാദമി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് എക്സാമുകളെ പറ്റിയാണ്. എക്സാമുകളെ പറ്റി പറയുമ്പോൾ RBI അസിസ്റ്റൻറ്റിൻ്റെ എക്സാമാണ് ആദ്യം എക്സ്പെക്ട് ചെയ്യുന്നത്. ജാനുവരിയിൽ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദെൻ അതിനെ ഫോളോ ചെയ്ത് വരുന്ന എക്സാമാണ് SBI PO, SBI ക്ലർക്ക്, IBPS PO, IBPS ക്ലർക്ക്, RRB PO, RRB ക്ലർക്ക്. അതുകൂടാതെ വരുന്ന എക്സാംസ് ആണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, ലോക്കൽ ബാങ്ക് ഓഫീസർ, അതുപോലെ തന്നെ സർക്കിൾ ബേസ്ഡ് ഓഫീസറിൻ്റെ എക്സാംസ്. ബാങ്ക് എക്സാംസ് എല്ലാം പല ഫേസ് ആയിട്ടാണ് നടക്കുന്നത്. പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ ആയിട്ട് വരുന്നതുണ്ട്. പ്രിലിംസും മെയിൻസും മാത്രം ഉള്ളതുണ്ട്. അതുപോലെ തന്നെ മെയിൻസും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മാത്രം ഉള്ളത് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 ഫേസ് ആയിട്ട് നടക്കുന്നതാണ് SBI PO, IBPS PO, RRB PO. പിന്നെ ലോക്കൽ ബാങ്ക് ഓഫീസറിൻ്റെ എക്സാം, അതുപോലെ തന്നെ IBPS SOൻ്റെ എക്സാമും അതുപോലെ 3 ഫേസ് ആയിട്ടാണ് നടക്കുന്നത്. പ്രിലിംസും മെയിൻസും അതുപോലെ തന്നെ ലാംഗ്വേജ് പ്രൊഫഷൻസി ഉള്ളതാണ് ക്ലർക്ക് പോസ്റ്റുകൾ വരുന്നത്. SBI ക്ലർക്ക്, IBPS ക്ലർക്ക്, RRB ക്ലർക്ക്. അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് RBI അസിസ്റ്റൻറ്റ്. ഇതിന് വരുന്നത് പ്രിലിംസും മെയിൻസും ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റും വരും. ഇൻ കേസ് നമ്മൾ 10ൽ പഠിച്ചത് ലോക്കൽ ലാംഗ്വേജ് ആണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ മെയിൻസും ഇൻ്റർവ്യൂവും 2 ഫേസ് മാത്രം ഉള്ളതാണ് SBI SOയും സർക്കിൾ ബേസ്ഡ് ഓഫീസറും. പ്രിലിംസും മെയിൻസും ആയിട്ട് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനെ ഫോളോ ചെയ്ത് വരുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും. പിന്നെ ക്രൈറ്റീരിയ, ഏജിലേക്ക് വന്നു കഴിയുമ്പം CBOയ്ക്കും SOയ്ക്കും മാത്രമേ ചെറിയ ഡിഫറൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം 20 to 28 ആണ്. CBOയ്ക്കും SOയ്ക്കും 21 to 30 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് എല്ലാ എക്സാമുകൾക്കും. അതായത് SBI, IBPS, RRB ഇതിൻ്റെ ക്ലർക്ക് PO പോസ്റ്റുകൾക്ക് ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രമേ ചോദിക്കാറുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ. ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് BTech ആയിരിക്കും. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും ഉണ്ടായിരിക്കണം. അത് അവർ പറഞ്ഞിരിക്കുന്ന സ്ട്രീമിൽ ഏത് സ്ട്രീമിൽ നിന്നാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസറിനെ അവർ നോക്കുന്നത് ആ സ്ട്രീമിൽ ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ദെൻ സർക്കിൾ ബേസ്ഡ് ഓഫീസറിന് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന ഫീൽഡ് റിലവൻ്റ് ആയിട്ടുള്ള ഫീൽഡിൽ ഒരു മിനിമം 2 ഇയർ എങ്കിലും വർക്ക് എക്സ്പീരിയൻസും ഉണ്ടാവണം. ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് വരുന്നത് ക്ലർക്കിനും CBOയ്ക്കും അതുപോലെ ലോക്കൽ ബോർഡ് ബാങ്ക് ഓഫീസർ ഈ 3 പോസ്റ്റുകൾക്കാണ് നമുക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് വരുന്നത്. ദെൻ ഇൻ്റർവ്യൂ വരുന്നത് SBI PO, IBPS PO, RRB PO അതുപോലെ തന്നെ SO പോസ്റ്റുകൾക്ക് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, സർക്കിൾ ബേസ്ഡ് ഓഫീസർ, ലോക്കൽ ബാങ്ക് ഓഫീസർ ഇതിനൊക്കെ ഇൻ്റർവ്യൂ ഉണ്ടാവും. പിന്നെ നെഗറ്റീവ് മാർക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ IBPS POയുടെ പ്രിലിംസ് അല്ലാതെ ബാക്കി എല്ലാത്തിനും ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 1 മാർക്കും 1/4 അതായത് 0.25 വെച്ചായിരിക്കും ഡിഡക്ഷൻ ഉണ്ടാവുന്നത്. IBPS POൻ്റെ കേസിൽ മാത്രം ഒരു ഡിഫറൻസ് ഉണ്ട്. ആ കേസിൽ 1/4 ആയിരിക്കും നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് എടുക്കുന്നത്. ഇനി നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത 2 എക്സാമാണ് LBOയും CBOയും. അതിന് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ശരിയായിട്ടുള്ള ക്വസ്റ്റ്യന് മാത്രം മാർക്ക് കൺസിഡർ ചെയ്യത്തുള്ളൂ. ദെൻ ഡിസ്ക്രിപ്റ്റീവ് വരുന്നത് പ്രിലിംസും മെയിൻസിൻ്റെ എക്സാമിൻ്റെ കൂട്ടത്തിൽ ഡിസ്ക്രിപ്റ്റീവ് വരുന്നതാണ് SBI PO, IBPS PO അല്ലെങ്കിൽ സർക്കിൾ ബേസ്ഡ് ഓഫീസർ. ഡിസ്ക്രിപ്റ്റീവും കൂടിയുണ്ട് മെയിൻസ് എക്സാമിന് ഈ 3 എക്സാമിന്. ഓക്കെ, ഇത്രയൊക്കെയുള്ള നമ്മുടെ 2026 അതായത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് പറയാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.